പുതിയ ചാപ്റ്ററാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് പഠിച്ചത്. അതിൻ്റെ വേറൊരു ലെവലാണ് നമ്മൾ പറയുന്നത് ഇൻഹെറിറ്റൻസ് തന്നെ, പക്ഷേ അത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് പ്രീവിയസ് ചാപ്റ്ററിൽ മെൻഡലിൻ്റെ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് പഠിച്ചത്. സോ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ്, ഇൻഹെറിറ്റൻസ് പാറ്റേൺ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ജനറ്റിക് ബേസിസ് എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ മെൻഡലിൻ്റെ ലോ ആൻഡ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോർഗൻ്റെ ക്രോമസോമൽ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. സോ മെൻഡലിൻ്റെ ലോ വഴിയിൽ ഇൻഹെറിറ്റൻസും മോർഗൻ്റെ ക്രോമസോമൽ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. മോളിക്കുലാർ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. DNA ആൻഡ് RNA ന്യൂക്ലിക് ആസിഡ്. സോ DNA എന്ന് പറഞ്ഞ ആ മോളിക്കുലാറിൻ്റെ ലെവലിൽ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ്. സോ DNA നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ബേസിൽ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് നടക്കുന്നത്, കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള മോളിക്കുലാർ ലെവലിലുള്ള ഇൻഹെറിറ്റൻസ് ആണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കണേന്ന് നോക്കിയാൽ, ഫസ്റ്റ് വൺ ദ DNA. എന്താണ് DNA? ആ DNAയുടെ സ്ട്രക്ചർ എന്താണ്, DNAയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്താണ്, സോ DNAയിലെ കമ്പോണൻസ് എന്തൊക്കെയാണ്, ആ DNA എങ്ങനെയാണ്, എന്തൊക്കെ കമ്പോണൻസ് ആണ് DNA ആയിട്ട് ഉണ്ടായത്, അതിനെന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത്, എന്തുകൊണ്ടാണ് DNA ഒരു ജനറ്റിക് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യണത്. സോ ദ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ, അടുത്ത ടോപ്പിക്കാണ് സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ. സോ DNA അല്ലാതെ വേറെ ഏതെങ്കിലും ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടോ എന്ന് ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. പിന്നീടാണ് അത് DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ നിന്ന് കൺഫേം ചെയ്ത്. സോ അതിനെ ബേസ്ഡ് ആയിട്ട് കുറേ എക്സ്പെരിമെൻറ്റുകളും DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ നിന്ന് കൺഫേം ചെയ്യുന്ന കുറച്ച് എക്സ്പെരിമെൻറ്റുകളാണ് രണ്ടാമത്തെ ടോപ്പിക്ക്. മൂന്നാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത്, സോ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ RNAക്ക് എന്താണ് റോള്. സോ അതാണ് RNA വേൾഡ്. RNAയുടെ റോളുകൾ പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് RNA വേൾഡ്. അടുത്തത് റെപ്ലിക്കേഷൻ. പുതിയ കുറച്ച് ടേമുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNAയുടെ തന്നെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യണേ, അല്ലെങ്കിൽ DNA സിന്തസിസ് എന്ന് പറയാം. DNAയുടെ തന്നെ ഓൺ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യണതിന് പറയുന്ന പ്രോസസ്സിൻ്റെ പേരാണ് റെപ്ലിക്കേഷൻ. സോ DNAയുടെ തന്നെ റെപ്ലിക്ക കോപ്പികൾ ഉണ്ടാവണം, റെപ്ലിക്കേഷൻ. അടുത്ത ടോപ്പിക്കാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ DNAയുടെ കോപ്പി ഉണ്ടാവുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചല്ലേ S ഫേസിലാണ്, സിന്തസിസ് ഫേസിലാണ്, S ഫേസിലാണ് എന്ന് പറഞ്ഞു സെൽ സൈക്കിളിൽ. അത് കഴിഞ്ഞിട്ട് ആ ഉണ്ടായ കോപ്പിയിൽ നിന്ന് പിന്നീട് സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ ബോഡിയിൽ സെല്ലിൽ ട്രാൻസ്ക്രിപ്ഷനാണ് നടക്കുന്നത്. സോ DNAയിലുള്ള ഇൻഫർമേഷൻ എന്തായിട്ട് മാറുന്നു, RNA ആയിട്ട് മാറുന്നു. സോ DNA കൺവേർട്ടഡ് ഇൻ ടു RNA ഫോം. സോ ഒരു മെസ്സഞ്ചർ RNA mRNA ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ട്രാൻസ്ക്രിപ്ഷൻ. DNAനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് RNA ആയിട്ട് മാറുന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പാണ് ജനറ്റിക് കോഡ്. ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DNAനെ മെസ്സഞ്ചർ RNA ആയി മാറിക്കഴിഞ്ഞിട്ട് അത് അടുത്തത് ഒരു പ്രോട്ടീനായിട്ട് മാറാം. എന്ത് ഇൻഫർമേഷനാണ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യണേ, അത് ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ പ്രോട്ടീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ജനറ്റിക് മെറ്റീരിയൽ ഇൻഫർമേഷൻ കിടക്കുന്നത്. അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ സിന്തസൈസ്, ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാമെന്നാണ്. സോ ആ DNA RNA ആയിട്ട് മാറി ആ RNAനെ പ്രോട്ടീനായിട്ട് മാറുന്നതിന് മുമ്പായിട്ട്, സോ mRNA എന്ന് പറഞ്ഞതിനെ പ്രോട്ടീനായിട്ട് മാറുന്നതിന് മുമ്പായിട്ട് അതിനെ കോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലെറ്റേഴ്സ് വെച്ച് കോഡ് ചെയ്തിട്ട് അതുവഴിയാണ് പ്രോട്ടീനായിട്ട് മാറുന്നത്. സോ അതാണ് ജനറ്റിക് കോഡ്. 3 ലെറ്ററുള്ള ആ കോഡുകളാണ് ജനറ്റിക് കോഡ്. സോ ആ ജനറ്റിക് കോഡാണ് പിന്നീട് പ്രോട്ടീനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതാണ് അടുത്ത സ്റ്റെപ്പ്, ട്രാൻസ്ലേഷൻ. സോ DNAയിലുള്ള ഇൻഫർമേഷൻ RNA ട്രാൻസ്ക്രൈബ് ചെയ്ത് RNAയിലുള്ളത് ജനറ്റിക് കോഡിൻ്റെ സഹായത്തോടു കൂടി പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു. സോ പ്രോട്ടീൻ സിന്തസിൻ്റെ പേരാണ് ട്രാൻസ്ലേഷൻ. സോ RNA പ്രോട്ടീനായിട്ട്, ബിക്കോസ് DNA RNA ഒരേപോലെയാണ്, ഓൾമോസ്റ്റ് സിമിലർ ആണ്, ഒരു ബേസ് പെയറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. എന്നാൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. DNA RNA ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്ന അമിനോ ആസിഡ് വെച്ചാണ്. സോ RNAനെ പ്രോട്ടീനാക്കി മാറ്റണമെങ്കിൽ അതിലിടയിൽ ഒരു കോഡിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ജനറ്റിക് കോഡ്. ആ ജനറ്റിക് കോഡിൻ്റെ സഹായത്തോടു കൂടി RNA എന്തായിട്ട് മാറുന്നു, അമിനോ ആസിഡ് വെച്ചുണ്ടാക്കിയ പ്രോട്ടീനായിട്ട് മാറുന്നു. ആ പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. RNA ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പ്രോട്ടീൻ, അതാണ് ട്രാൻസ്ലേഷൻ.
അത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ജീനുകളും ഏത് സമയത്ത് ഏത് ജീൻ പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഓരോ ജീൻ എക്സ്പ്രസ് ചെയ്യണം നിർബന്ധമില്ല. നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള സമയത്ത് മാത്രം ചില ജീനുകൾ പ്രൊഡ്യൂസ് ചെയ്യും, ചില ജീനുകൾ ഓഫായിട്ട് ചെയ്യുന്നത്. നമ്മൾ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് മെക്കാനിസം. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് നീഡ് അനുസരിച്ച് മാത്രം ആ പെർട്ടിക്കുലർ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുകയും അല്ലാത്ത സമയത്ത് ആ ജീന് ഒരു സ്വിച്ച് ഓഫ് മെക്കാനിസം പോലെ ഇരിക്കുകയും ചെയ്യുന്നു. സോ ആ ജീനുകളെ കൺട്രോൾ ആരാണ് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ആക്കി ജീനുകളെ വെക്കുന്നത്? അതാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. അതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയുള്ള ഒരു വലിയ ടോപ്പിക്കാണ്. അടുത്ത ടോപ്പിക്കാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ജീനുകളെയും, നമ്മുടെ ബോഡിയിൽ നിലവിലുള്ള എല്ലാ ജീനുകളെയും സീക്വൻസ് ചെയ്ത് അതിനെ കോഡ് ചെയ്ത് അതിൻ്റെ മീനിങ്, അതിൻ്റെ ബേസ് പെയർ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു പ്രോജക്റ്റ് നടത്തിയിട്ടുണ്ട്. അതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അതുവഴിയാണ് നമുക്ക് നമ്മുടെ ക്രോമസോം നമ്പർ, ക്രോമസോം ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ കറക്റ്റായിട്ട് ഓരോ ക്രോമസോമിലും എത്രത്തോളം ഏകദേശം ജീനുകളുണ്ട്, ആ ജീനുകൾ എന്തിനൊക്കെയാണ് കോഡ് ചെയ്യണമെന്ന് ഒരു വിധമെങ്കിലും നമുക്ക് മനസ്സിലായി. ഇത് ഏതുവഴിയാണ്? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വഴിയാണ്. HGP എന്ന് പറയും. ലാസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് തന്നെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയാൻ വേണമെങ്കിൽ ആ DNA ഫിംഗർ പ്രിൻറ്റിൽ നമുക്ക് ഒരു റേപ്പ് കേസിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അച്ഛൻ അമ്മ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സയൻറ്റിഫിക് ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഒരു മെത്തേഡാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്. ആ DNAകൾ തമ്മിൽ മാച്ച് ചെയ്ത് നോക്കാനുള്ള ഒരു മെത്തേഡ്, അതാണ് DNA ഫിംഗർ. സോ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമുക്കതിലിന് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം.